അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് എരുമേലി അമ്പലത്തിലാണ്. എരുമേലി അമ്പലത്തിൽ സൈഡിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ അമ്പലത്തിനകത്തോട്ട് പോവുകയാണ്. അപ്പോഴാണ് ദാണ്ടത് കണ്ടില്ലേ എരുമേലി പേട്ട തുള്ളുന്നത്. പേട്ട തുള്ളിയാണ് അയ്യപ്പന്മാർ ഇവിടുന്ന് അമ്പലത്തിനകത്തോട്ട് പോകുന്നത്. അതൊരു ആചാരമാണ്. എരുമേലി വരുന്ന അയ്യപ്പന്മാരെല്ലാം ഇവിടെ പേട്ട തുള്ളിയിട്ടാണ് നേരെ ശബരിമലയ്ക്ക് പോകുന്നത്. നടന്നു പോകുന്ന അയ്യപ്പന്മാരുണ്ട്. അത് മണ്ഡലകാല സമയത്താണ് നടന്നു പോകാൻ പറ്റുക. ഇപ്പോൾ കയറാൻ പറ്റില്ല. കാനന പാതയെല്ലാം അടച്ച് ക്ലോസ് ചെയ്തേക്കാണ്. ഫോറസ്റ്റുകാർ കയറ്റിവിടില്ല. അപ്പോൾ എരുമേലി അമ്പലത്തിൽ വന്നിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് കാളകെട്ടി അമ്പലത്തിലും കൂടിയാണ്. അവിടെ കൂടെ കയറിയിട്ടാണ് നമ്മൾ നേരെ ശബരിമലയ്ക്ക് പോകുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഏറ്റവും കൂടുതൽ കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പന്മാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അമ്പലത്തിനകത്തോട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അമ്പലം എന്ന് പറഞ്ഞാൽ അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒന്ന് പോയി സൈഡൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പോകുന്നതെന്ന് പറയുന്നത് കാളകെട്ടിയിലാണ്. കാളകെട്ടിയിൽ ചെന്നിട്ട് നേരെ നിലയ്ക്ക് ചെമിക്കോറം നിലയ്ക്കലായിരിക്കും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുക. അത് കഴിഞ്ഞിട്ട് നേരെ ശബരിമല. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മൾ എരുമേലി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ വന്നത് വാവരുസ്വാമിയുടെ അമ്പലത്തിലേക്കാണ്. അമ്പലമല്ല, പള്ളിയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നമ്മൾ നേരെ ശാസ്താ അമ്പലം, ഇവിടെ ഒരു തേങ്ങ ഉടയ്ക്കുന്നൊരു അമ്പലമുണ്ട്, ശാസ്താ അമ്പലം. ആ ശാസ്താ അമ്പലത്തിൽ നിന്നാണ് ഇവിടെ പേട്ടതുള്ളി ഇറങ്ങുന്നത്. ഇവിടെ സൈഡിലൊക്കെ നമുക്ക് ഈ പേട്ടത്തുള്ള ഈ കണ്ടില്ലേ, ഈ ഒരു ചെണ്ടയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്ന് നമുക്ക് പേട്ട തുള്ളാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തു തരും. അപ്പോൾ നേരെ ശാസ്താ അമ്പലത്തിലോട്ടാണ് കയറുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇറങ്ങി വരുന്നത്. ഇവിടെ നേരെ ചെന്ന് അമ്പലത്തിൽ ചെന്ന് തേങ്ങയൊക്കെ ഉടച്ച് ആണ് അവിടെ നിന്ന് കറങ്ങിയാണ് നമ്മൾ നേരെ എരുമേലി പേട്ടതുള്ളി എരുമേലി അമ്പലത്തിനകത്തോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ അമ്പലത്തിനകത്തോട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അതുകൊണ്ട് ഇവിടാണ് നമ്മൾ തേങ്ങ ഉടയ്ക്കുന്ന സ്ഥലം. ഇവിടെ വന്ന് തേങ്ങ ഉടച്ചിട്ടാണ് നമ്മൾ കറങ്ങി എരുമേലി അമ്പലത്തിലോട്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് എവിടെയാണ്, ശബരിമലയ്ക്ക്. അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ഇവിടെയും കയറുന്നത്, ഇവിടെ വാവരുസ്വാമിയുടെ പള്ളിയിൽ കയറുന്നത്. അപ്പോൾ ഇവിടെ വന്ന് തേങ്ങ ഉടച്ചാണ്ട് ഇവിടെ ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട്. ഇവിടെ കറങ്ങിയാണ് വരുന്നത്. അവിടെ കണ്ടില്ലേ, അടിപൊളിയല്ലേ വാവരുസ്വാമി പള്ളി. അവിടെ കയറി തൊഴുത് അവിടെ തേങ്ങ ഉടയ്ക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിനകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നേരെ പോകുന്നത് കാളകെട്ടിയിലോട്ടാണ്. ഇതാണ് കാളകെട്ടി അമ്പലം. കാളകെട്ടി അമ്പലം വലിയ ഒരു അമ്പലമാണ്. ഇതുവഴിയാണ് നമ്മൾ കാനനപാതയിൽ നിന്ന് വരുന്നത്. കാളകെട്ടി അമ്പലത്തിൽ വന്നിട്ട് നേരെ അഴുത വഴിയാണ് കല്ലടാങ്കുന്ന് കയറിയാണ് പോകുന്നത്. ഈ കണ്ടില്ലേ, ഈ കാനനപാത, ഇതിനകത്തോടാണ് നമ്മൾ ഇവിടെ വരുന്നത്, കാളകെട്ടിയിലോട്ട്. എരുമേലിയിൽ നിന്ന് വരുന്ന വഴിയാണിത്. ഇത് ഫുള്ള് ഫോറസ്റ്റ് ഏരിയയാണ്. നമുക്ക് അതിക്രമിച്ച് അതിനകത്തോട്ടൊന്നും കയറാൻ സാധിക്കില്ല. കാരണം അവിടെ ഫോറസ്റ്റുകാരൊക്കെ ഉണ്ട്. അവർ തടഞ്ഞ് നമുക്ക് അതൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മൾ അധികം അകത്തോട്ടൊന്നും പോകില്ല. അപ്പോൾ കാളകെട്ടി അമ്പലത്തിൻ്റെ ഒരു സൈഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കാളകെട്ടി അമ്പലത്തിൻ്റെ അകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ അലോഡല്ല. അപ്പോൾ ഇവിടാണ് നമ്മൾ വിരി വയ്ക്കുന്നതും. നമ്മുടെ ഈ ഒരു വഴി കൂടെയാണ് നമ്മൾ നടന്നു വരുന്നത്. ഇതെല്ലാം ഫോറസ്റ്റ് ഏരിയയാണ്. നമ്മൾ ഇതിലേ കൂടെ നടന്നാണ് വരുന്നത്. ഈ സീസൺ സമയത്തൊക്കെ അവിടെയൊക്കെ നല്ല തിരക്കാണ്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ എത്തിയിരിക്കുന്നത് പമ്പയിലാണ്. പമ്പയിൽ നല്ല തിരക്കാണ്. കാരണം നിലയ്ക്കലിലെ തിരക്കൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. കാരണം അവിടെ നല്ല മഴയും അതൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഒട്ടും പറ്റിയില്ല. നല്ല തിരക്കായിരുന്നു. പാർക്കിങ്ങും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ കുറച്ച് ക്ഷീണിച്ചു പോയി. കാരണം രാവിലെ ഇറങ്ങിയതല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പമ്പയിലാണ്. പമ്പയിൽ എത്തിയിരിക്കുകയാണ്. പമ്പയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ കണ്ടില്ലേ, നമ്മൾ ഒരു സീസണിലെ ആ ഒരു തിരക്ക് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്.
അപ്പോൾ നേരെ ഇനിയിപ്പോൾ ഇവിടെ വന്ന് കുളിച്ചിട്ട് നേരെ ശബരിമല സന്നിധാനത്തോട്ട് ഞങ്ങൾ നീങ്ങുകയാണ്. ഇപ്പോൾ ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്ത് കുളിച്ച് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ ഞങ്ങൾ കയറുന്നുള്ളൂ. അപ്പോൾ തുടർന്നുള്ള യാത്രയിൽ നമുക്ക് ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇനി നേരെ പോകുന്നത് പമ്പയിൽ ഇറങ്ങി കുളിക്കാനാണ്. ಮೂರು ಸ್ಟೆಪ್ಸ್ ಇದೆ. ಇದು 3 ಸ್ಟೆಪ್ಸ್. അങ്ങനെ അങ്ങനെ ഫ്രണ്ട്സ് ശബരി പീഠം എത്തിയിരിക്കുകയാണ്. ശബരി പീഠം വേറെ കടുപ്പായി പോയി. ഇന്ന് നല്ല ചൂടുണ്ട്, നല്ല തിരക്കുണ്ട്. മൊത്തം തമിഴന്മാരാണ്. തമിഴ്, കർണാടക, ആന്ധ്ര, ഈ മൂന്ന് സ്റ്റേറ്റുകാരാണ് ഏറ്റവും കൂടുതലുള്ളത്. പഠിക്കുന്നത് ഇപ്പൊ താഴോട്ട് പോവാണെങ്കിൽ വലിയ ഇതില്ലല്ലോ. താഴോട്ടല്ലേ പോവാ?
കുടി